തിരുവനന്തപുരം ആക്കുളത്ത് വാട്ടർ അതോറിറ്റിക്കെതിരെ പരാതി. ആക്കുളം വാർഡിൽ ശ്രീകൃഷ്ണ നഗറിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ ഇടതനുകൂല ഉദ്യോഗസ്ഥനെ കൊണ്ട് വാൽവ് അടപ്പിച്ചു എന്നതാണ് പരാതിയായി ഉയർന്നിരിക്കുന്നത്. പോങ്ങുമൂട് വാട്ടർ അതോറിറ്റിയുടേതാണ് നടപടി. ഒരു മാസമായി പ്രദേശത്ത് വൻ കുടിവെള്ള പ്രതിസന്ധിയാണ്. പ്രശാന്ത് ശങ്കർമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നാണം കെട്ട പരിപാടിയാണ് വാട്ടർ അതോറിറ്റി തിരുവനന്തപുരത്ത് തുടരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. പക്ഷെ ആക്കുളത്ത് വാൽവ് അടപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാൽവ് അടച്ചുകൊണ്ടൊരു കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുന്ന ഒരു നീക്കം എന്താണ് പരാതിയായി ഉയർന്നിരിക്കുന്നത്? രാഖി, ജനാധിപത്യപരമായി ജയിക്കാൻ സാധിക്കില്ലെങ്കിൽ ഇത്തരത്തിൽ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യും എന്നതാണ് CPM നയം എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നതും. നമുക്കറിയാം, കഴിഞ്ഞ ഈ നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം വ്യാപകമായി ഇത്തരത്തിൽ പല വാർഡുകളിലും കുടിവെള്ളം മുട്ടുന്നൊരു സാഹചര്യമുണ്ട്, കുടിവെള്ളം കിട്ടാക്കനിയാകുന്ന സാഹചര്യമുണ്ട്. വാട്ടർ അതോറിറ്റിയാണ് ഇതിനെല്ലാം ഈ കുടിവെള്ളം സപ്ലൈ ചെയ്യേണ്ടത്. ആ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ പല വാർഡുകളിലും കുടിവെള്ളം കട്ടാക്കിക്കൊണ്ട് കുടിവെള്ളം നൽകാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ആക്കുളമാണ്. ആക്കുളം വാർഡിൽ പുലയനാർ കോട്ടയ്ക്ക് സമീപത്തെ കൃഷ്ണനഗറിലേക്കുള്ള വാട്ടർ സപ്ലൈ കണക്ഷനാണ് ഇത്തരത്തിൽ ഇടത് അനുകൂല ഉദ്യോഗസ്ഥൻ, അതായത് പോങ്ങുമൂട് വാട്ടർ അതോറിറ്റിയിലെ ഇടത് അനുകൂല ഉദ്യോഗസ്ഥൻ വാൽവ് അടച്ചുവെച്ചത്. കഴിഞ്ഞ 30 ദിവസമായി ഈ പ്രദേശത്തേക്ക് വെള്ളം കിട്ടുന്നില്ല എന്നാണ് പരാതി. വ്യാപകമായിട്ട് പരാതി പറഞ്ഞു, പലതവണ വാട്ടർ അതോറിറ്റിയിൽ പരാതി പറയുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമൊന്നും നടപടി ഉണ്ടാകുന്നില്ല. തുടർന്ന് ഈ പ്രദേശത്തെ പ്രദേശവാസികളെല്ലാവരും കൂടി ഇത്തരത്തിൽ ഒരുമിക്കുകയും തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വാൽവ് അടച്ചുവെച്ചതാണ് വെള്ളം കിട്ടാതായതിന് കാരണമെന്നറിയുന്നത്. തുടർന്ന് ഈ സ്ഥലത്തേക്ക് ഈ കൌൺസിലറും അതോടൊപ്പം തന്നെ അവിടെയുള്ള പൊതുജനങ്ങളെല്ലാം കൂട്ടമായി എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് പൈപ്പ് തുറപ്പിക്കുന്ന അധികൃതരെ വിളിച്ചു വരുത്തിക്കൊണ്ട് പൈപ്പ് തുറപ്പിക്കുന്ന നടപടികളെല്ലാം ആരംഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പലയിടങ്ങളിലും നമുക്കറിയാം, ഈ നഗരസഭയുടെ ഒരു പരിധിയിൽ കുടിവെള്ളം ഇത്തരത്തിൽ മുട്ടിക്കുന്ന പല സമരങ്ങളും നമ്മൾ കണ്ടു. പല വാർഡ് കൌൺസിലുകളും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സമരത്തിന് ഇറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ പോങ്ങുമൂടിലെ വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ഒരു മാസം മുമ്പും വലിയ രീതിയിലുള്ള ഒരു സമരമുണ്ടായിരുന്നു. കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ദേശീയപാത തടഞ്ഞുകൊണ്ടുള്ള സമരമൊക്കെ നേരത്തെ നടന്നിരുന്നു. അവിടെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ആക്കുളം വാർഡിലെ ഈ ഇത്തരത്തിൽ പുലയനാർ കോട്ടയ ഭാഗത്തേക്കുള്ള കുടിവെള്ളത്തിലേക്ക് ആ പൈപ്പിന്റെ കണക്ഷൻ വാൽവ് അടച്ചുവെച്ചത്. ഈ ഇത്തരത്തിൽ വാൽവ് അടച്ചു വയ്ക്കുന്നതോടുകൂടി തന്നെ ഇതിന്റെ സ്പീഡ് കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പുലയനാർ കോട്ട ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന മേഖലയാണ്. ആ ഉയർന്ന മേഖലയിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി, അല്ലെങ്കിൽ വെള്ളം കയറാൻ കഴിയാത്തൊരു സ്ഥിതിയാകുകയും അവിടെ കുടിവെള്ളം മുട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. പുലയനാർകോട്ട ഭാഗത്ത് 10 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഈ സ്ഥലത്ത് താമസിക്കുന്നത്. അവരാണ് 10-30 ദിവസമായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവപ്പെടുകയും പ്രതിസന്ധിയോടുകൂടി ജീവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. പലതവണ കൌൺസിലടക്കം അവിടേക്ക് പരാതി പറയുമ്പോഴും ഈ ഉദ്യോഗസ്ഥർ ആരും ഗൗനിക്കാറില്ല, അല്ലെങ്കിൽ കാര്യമായി എടുക്കാറില്ല. അതാണ് വീണ്ടും സ്ഥിതി സങ്കീർണമാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത്. തുടർന്നാണ് ഇത്തരത്തിൽ പൊതുജനങ്ങളും കൌൺസിലറും എല്ലാം ഒരുമിക്കുകയും ഇതിന്റെ കാരണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് വാൽവിൽ വേഗതകൾ കുറച്ചു വെച്ചുകൊണ്ട് കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു സാഹചര്യം ഇടതനുകൂല ഉദ്യോഗസ്ഥൻ, വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തുവെന്ന് തിരിച്ചറിയുന്നത്. ഇതിനുശേഷം വലിയ രീതിയിൽ അവിടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പലയിടങ്ങളിൽ നമുക്കറിയാം, നേരത്തെ V. ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രി അടക്കം ഇത്തരത്തിൽ വാർഡുകളിൽ കുടിവെള്ളം എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ നഗരസഭയെ വിമർശിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യമൊക്കെ, അതായത് ഇത്തരത്തിൽ ഈ 10-40 കൊല്ലത്തെ അല്ലെങ്കിൽ 45 കൊല്ലത്തെ ഇടത് ഭരണത്തിന് ശേഷമാണ് BJP നഗരസഭയിൽ ഭരിക്കുന്നത്, നഗരസഭയിൽ അധികാരത്തിലേറുന്നത്. ആ അധികാരത്തിലേറിയതിന്റെ ക്ഷീണം ഇതുവരെ CPM മാറിയിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ജനങ്ങളെ BJPക്ക് എതിരാക്കുക, ജനങ്ങളെ BJPയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് കുടിവെള്ളം ഇല്ലാതാക്കുകയും കുടിവെള്ളത്തിന്റെ വേഗതകൾ കുറയ്ക്കുകയും കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തത് നഗരസഭയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയും വ്യാപകമായിട്ട് വിമർശനങ്ങൾ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ
തന്നെ നടപടിയിൽ ഉയരുന്നുണ്ട്. പോകുമ്പോഴുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം ഇതിന് പിന്നിലുണ്ട് എന്നാണ് BJP അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്യുന്നത്. രാഖി. യെസ്, ശരി പ്രശാന്ത്.